ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആലീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഫിഷ് കട്ടിങ്ങും കറി മേക്കിങ്ങുമാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് പ്രാച്ചിൽ എന്ന് പറയുന്ന മീൻ. ഞങ്ങളിവിടെ കൊല്ലത്ത് പ്രാച്ചിൽ എന്നാണ് പറയുന്നത്. പിന്നെ പ്രാഞ്ഞിലെന്നും ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മീനിൻ്റെ കറിയാണെന്ന് വയ്ക്കാം. അപ്പോൾ ഈ മീനിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചിറകാദ്യമേ കട്ട് ചെയ്യും. പാടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെതുമ്പലുള്ള മീനാണ്, അപ്പോൾ അത് ചെതുമ്പി എടുക്കണം. കത്തിയുടെ സൈഡ് കൊണ്ട് ചെതുമ്പി പെട്ടെന്ന് ഇളകി വരും. പാടൊന്നുമില്ല, ചെതുമ്പലൊക്കെ പെട്ടെന്ന് ചെതുമ്പി എടുക്കാം. സൈഡിലൊക്കെ ചെതുമ്പല് കാണും, അതൊക്കെ ഒന്ന് ചെതുമ്പിയെടുക്കും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ വാല് കട്ട് ചെയ്ത് ചെകിള കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ വായുടെ ഭാഗം കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ വയറ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്യും. അഴുക്കെല്ലാം എടുത്ത് കളയാം. ഒരുപാടൊന്നും അഴുക്ക് ഉള്ള മീനൊന്നും അല്ല, ഒരുപാട് അഴുക്കൊന്നുമില്ല. ഇതിൻ്റെ തല കണ്ണ് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എളുപ്പമാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ മീൻ എടുക്കുകയാണ്. ഇതുപോലെ ചിറക് രണ്ടു വശത്തും ചിറകെല്ലാം കട്ട് ചെയ്യാം. വയറിന്റെ ഭാഗത്ത് ചിറകുണ്ടല്ലോ, അത് കട്ട് ചെയ്യാം. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പിയെടുക്കാം. അതിലെ മുന കൊണ്ട് നമുക്ക് ചെറുപ്പിയെടുക്കാം. വായുടെ ഭാഗത്തൊക്കെ കാണുന്നത് ഇനി വാല് വെട്ടാം. വായുടെ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് വെക്കാം. വയറ് കട്ട് ചെയ്യും. ഭാഗമെല്ലാം വൃത്തിയായി. ഇതിന്റെ തല വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കണ്ണ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്യും. ഇതിങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ബാക്കിയുള്ളത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മീനെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് 8 എണ്ണം ഉണ്ടായിരുന്നു, വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പോലിട്ടത് കഴുകിയിട്ട് വരാം. മീൻ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കറി വെക്കാനായിട്ട് 3 എണ്ണം ഞാൻ വറുക്കാനും വെച്ചിട്ടുണ്ട്. ഇത് കറി വെക്കുന്നത് സാധാരണ ഈ മീൻ തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്നതാണ് നല്ലത്, വളരെ ടേസ്റ്റാണ്. പക്ഷേ എപ്പോഴും ഞാൻ 1-2 കറി ഇപ്പോൾ അങ്ങനെ തേങ്ങ അരച്ച് മാങ്ങയൊക്കെ വെക്കുന്നത് കാണിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വേറെ രീതിയിലുള്ള ഒരു കറിയാണ് വയ്ക്കാൻ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടുപോകാം. ഇവിടെ മീൻ കറി തയ്യാറാക്കാനുള്ള ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ള ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവ പൊട്ടി വരട്ടെ. വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അരി, കൂടെ തന്നെ ഒരു എണ്ണം ഇഞ്ചി, 2 നമുക്ക്
രണ്ടോ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി, കുറച്ച് കറിവേപ്പില തക്കാളിയൊക്കെ നല്ല തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 5 ടീസ്പൂൺ മുളക് പൊടി. ടീസ്പൂണാണ് കേട്ടോ, എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 5 ടീസ്പൂൺ. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇതെല്ലാം കൂടെ അതിനകത്ത് എണ്ണ ഉള്ളത് കൊണ്ട് കരിഞ്ഞൊന്നും പോകുന്നു. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. സമയം നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ ആവശ്യം പുളി അതനുസരിച്ച് ചേർത്ത്. ചിലർക്ക് പുളി കുറച്ച് മതി, ചിലർക്ക് കൂടുതൽ വേണം. ഇങ്ങനെയുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കറി കലക്കി വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു, ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഇത്രയും മതി, കാരണം നമ്മൾ ഇനി ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കും ലാസ്റ്റ്. അപ്പം അതുകൊണ്ട് ഇത്രയും മതി. ഇതിനാവശ്യമുള്ള ഉപ്പ് ടീസ്പൂൺ ഉപ്പിട്ടു. ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ടു. കറി തിളച്ച് വന്നിട്ടുണ്ട്, മീനിട്ടു. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇവിടെ മീൻ കറി എന്തായാലും കറി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. കുറുകിയ തേങ്ങാപ്പാലാണ്, 1 കപ്പ് പാലുണ്ട് ചേർക്കും. സൈഡ് കൊണ്ടാണ് നോക്കട്ടെ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മതി. ഇവിടെ കറി റെഡി ആയിട്ട് പ്രാച്ചി കറി